കൂത്താട്ടുകുളം നഗരസഭയിൽ 22ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി രാജേഷ് NT സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നു. ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡിവിഷനാണ് ഈ വെൺകുളം ഡിവിഷൻ. ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ എന്ന് പറഞ്ഞാൽ കാർഷിക പ്രാധാന്യമേറിയ ഒരു മേഖലയാണ്. റബ്ബറാണ് പ്രധാന കാർഷിക വിള എങ്കിലും ഈ അടുത്ത കാലത്തായി പൈനാപ്പിൾ കൃഷി അടക്കം വർദ്ധിപ്പിച്ചു വരുന്ന ഒരു മേഖലയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡിവിഷനിൽ പെടുന്നതാണ് MBIP കനാലിൻ്റെ സമീപ പ്രദേശത്തുള്ള ഹെക്ടർ കണക്കിന് ഭൂമി തരിശായിട്ട് കിടക്കുകയാണ്. ഈ മേഖലയിൽ ഒരു റബ്ബറൈസ്ഡ് ഇൻഡസ്ട്രി യൂണിറ്റ് കൊണ്ടുവരുന്നതിന് ഒരു പ്രാദേശിക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ പ്രാദേശിക സർക്കാരാണ്. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇൻഡസ്ട്രി യൂണിറ്റ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, കൂത്താട്ടുകുളം പോലുള്ള ചെറിയ മുനിസിപ്പാലിറ്റിയോട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, കുറേയൊക്കെ തുടക്കം വയ്ക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് പല പദ്ധതികളും ഇവിടെ ആരംഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിയോട് അധിഷ്ഠിതമായ പല വ്യവസായ യൂണിറ്റുകളും അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധാരാളം റോഡുകൾ പൂർത്തിയാക്കാതെ കിടപ്പുണ്ട്. അതായത് മയിലാടിക്കുന്ന് മൂക്കങ്കാവി ഒലിപ്പാട് റോഡ്, അതുപോലെ തന്നെ തട്ടുംപുറം ഇവിടെ കരുകുന്നത്താഴം റോഡ്, അതുപോലെ തന്നെ നമ്മുടെ കനിവ് ഭവനങ്ങളാണെങ്കിൽ 7 കനിവ് ഭവനങ്ങളാണ് അവിടെയുള്ളത്. ഇവിടെ ഒരു കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കപ്പെട്ടിട്ടില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന സർക്കാർ ഭൂമിയാണെങ്കിൽ പോലും അതൊന്ന് വൃത്തിയായിട്ട് ഇടാത്തതിൻ്റെ പേരിൽ വനപ്രദേശമായി കിടക്കുകയും അവിടെ നിന്നാണ് വിഷജന്തുക്കളടക്കം ഈ കുടുംബത്തിലുള്ളവരെ ധാരാളം ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും, അതുപോലെ തന്നെ നമ്മുടെ പല മേഖലകളിലും മലമ്പ്രദേശമായതുകൊണ്ട് ആ മേഖലയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റി അത് മെയിൻ റൂട്ടിലൂടെ ആക്കിക്കൊണ്ട് അവിടെ പെട്ടെന്നുണ്ടാകുന്ന ആ വൈദ്യുതി ലഭ്യതയ്ക്ക് ഉണ്ടാകുന്ന തടസ്സം അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഡിവിഷനിലുള്ള മുഴുവൻ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നെയും എൻ്റെ മുന്നണിയെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളെവരോടും ഞാൻ അഭ്യർത്ഥിക്കുക.